ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മൊമെൻറ്റം എന്ന വിഷയമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ലോസ് ഓഫ് മോഷൻ പഠിച്ചു, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പഠിച്ചു. ആ ലോസ് ഓഫ് മോഷൻ നമ്മൾ മൊമെൻറ്റം ഉപയോഗിച്ച് പറയുകയാണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നു ഒരു ബോഡി അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നു. സെക്കൻഡ് ലോ പറയുന്നു അതിൻ്റെ ഫോഴ്സും മൊമെൻറ്റം തമ്മിലുള്ള റിലേഷൻ പറയുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഫോഴ്സ് എന്ന് പറയുന്നു. മൂന്നാമത്തെ ലോ പറയുന്നത് ഫോഴ്സ് എപ്പോഴും പെയർ ആയിട്ടായിരിക്കുന്നു, ആക്ഷൻ ഈക്വൽസ് മൈനസ് റിയാക്ഷൻ എന്ന്. ഇതിനെ നമ്മൾ മൊമെൻറ്റത്തിൻ്റെ ടൈമിൽ ഒന്ന് പറയാൻ പോവുകയാണ്. സെക്കൻഡ് ലോ ഇന്ന് നമുക്ക് തുടങ്ങാം. സെക്കൻഡ് ലോ പറയുന്നത് എഫ് ഈക്വൽസ് പ്രൊപ്പോർഷണാലിറ്റി ഒക്കെ മാറ്റി എഫ് ഈക്വൽസ് ഡി പി ബൈ ഡി ടി എന്നാണ്. ഫസ്റ്റ് ലോയുടെ കേസിൽ എഫ് ഈക്വൽസ് 0 എന്നാണ്. ഇത് ഒന്ന് പറഞ്ഞതാണ്, ഒന്നും കൂടെ പറയുകയാണ്. ഇതാണ് സെക്കൻഡ് ലോ, ഇതാണ് ഫസ്റ്റ് ലോ. ഇവിടെ ഇങ്ങനെ ഇത് എഴുതാൻ പറ്റുമെങ്കിൽ ഡി പി ബൈ ഡി ടി ഈക്വൽസ് കോൺസ്റ്റൻ്റ് ആണ്. എഫ് ഈക്വൽസ് 0 എന്നുള്ള കേസിൽ മാത്രം ഡി പി ബൈ ഡി ടി എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ്, 0 ആണ്. അതായത് മൊമെൻറ്റത്തിന് ചേഞ്ച് ഒന്നുമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ പി ഈക്വൽസ് കോൺസ്റ്റൻറ്റ്. അതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് തേർഡ് ലോ നോക്കാം. തേർഡ് ലോ പറയുന്നത് ഒരു ബോഡി വേറൊരു ബോഡിയുടെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. രണ്ടാമത്തെ ബോഡി ആദ്യത്തെ ബോഡിയിൽ അതേ ഫോഴ്സ് തന്നെ തിരിച്ചും കൊടുക്കണമെന്നാണ്. ഇനി ഇത് രണ്ടും കൂടെ ഒറ്റ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല, ഇതിൽ തമ്മിൽ കൂട്ടിയിടിക്കും എന്നേ ഉള്ളൂ. എക്സ്റ്റേണലായിട്ട് ഫോഴ്സ് ഒന്നും കൊടുക്കണില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് മൊത്തം ഒറ്റ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം ഈ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്നുള്ള ലോ അനുസരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യാം, M1 M2. രണ്ട് പാർട്ടിക്കിൾസ്. ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ പി ഈക്വൽസ് എം വി എന്നുള്ളത് കണ്ടിന്യൂ ചെയ്ത് പോവും എന്നേ ഉള്ളൂ. അത് തന്നെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഇനി ഈ M1ന് V1 വെലോസിറ്റി ഉണ്ട്, M2ന് U1, ആദ്യം U1, M2ന് U2 വെലോസിറ്റി ഉണ്ട്. ഇത് തമ്മിൽ വന്ന് കൂട്ടിയിടിക്കുകയെന്ന് വിചാരിക്കുക. കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ M1ൻ്റെ വെലോസിറ്റി V1, M2ൻ്റെ വെലോസിറ്റി V2 ആണ്. അപ്പോൾ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഇവിടെ അപ്ലൈ ചെയ്യണം. കൺസർവേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനും ചേഞ്ചില്ല, ഡയറക്ഷനും ചേഞ്ചില്ല എന്നുള്ളതാണ്. ഇടിക്കുന്നതിന് മുമ്പുള്ള മൊമെൻറ്റവും ഇടിച്ചു കഴിഞ്ഞിട്ടുള്ള മൊമെൻറ്റവും സെയിം തന്നെയായിരിക്കും എന്ന്. ഇതിങ്ങനെ വന്ന് കൂട്ടിയിടിക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെ കൂട്ടിയിടിച്ച് കഴിയുമ്പോൾ M1 V1 പ്ലസ് M2 V2, അതാണ് ഇടി കഴിഞ്ഞിട്ടുള്ള മൊമെൻറ്റം. ടോട്ടൽ മൊമെൻറ്റം, സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള മൊമെൻറ്റം, ഒരു പാർട്ടിക്കിളിൻ്റെ അല്ല, ഈ സിസ്റ്റത്തിലുള്ള മൊത്തം മൊമെൻറ്റം. ഇടിക്ക് മുമ്പ് M1 U1 ഈക്വൽസ് പ്ലസ് M2 U2. ഇതാണ് ഇടിക്കുന്നതിന് മുമ്പുള്ള മൊമെൻറ്റം, ഇതാണ് ഇടി കഴിഞ്ഞിട്ടുള്ള മൊമെൻറ്റം. ഇത് രണ്ടും സെയിം തന്നെയായിരിക്കും എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയുന്നത്. ഇതിന് നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ ഒരേപോലെയുള്ള കുറച്ച് കോയിൻസ് നിരത്തി വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാവും.
ക്യാരം ബോർഡിൻ്റെ കോയിനോ അല്ലെങ്കിൽ സാധാരണ കോയിൻസോ എടുത്തിങ്ങനെ മാസമുള്ളത് ഒരേപോലെയുള്ളത് കുറച്ചെണ്ണം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് വേറൊരു കോയിൻ എടുത്ത് ഇതിലേക്ക് കൊണ്ടുവന്ന് തട്ടിക്കഴിഞ്ഞാൽ ഈ വന്ന സാധനം ഇടിച്ച് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും, ബാക്കിയുള്ളത് തെറിച്ചു പോകും. ഇവിടുന്ന് ഒരെണ്ണം മാത്രം ഇങ്ങനെ തെറിച്ചു പോകും. അതിന് കാരണം ഇതിൻ്റെ മൊമെൻറ്റം, ഇത് മൊത്തത്തിലൊരു സിസ്റ്റമാണ്, അതിൻ്റെ മൊമെൻറ്റം കൺസർവ് ചെയ്യണം. ഇവിടെ വന്ന് ഇടിക്കുന്ന സമയത്ത് നമ്മൾ ഇത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ കോയിൻ റെസ്റ്റിലായിരുന്നു, അതിൻ്റെ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു. ഈ കോയിൻ മോഷനിലായിരുന്നു, അതിൻ്റെ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ആക്ഷൻ ഈക്വൽസ് മൈനസ് റിയാക്ഷൻ നടന്നു. അങ്ങനെ ഇത് റെസ്റ്റിലായി, ഇതിൻ്റെ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കും, ഇതിൻ്റെ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കും, ഇതിൻ്റെ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കും. ഇവിടെ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതങ്ങ് തെറിച്ചു പോകും. നമ്മൾ ഒരു സിസ്റ്റം മുഴുവനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ മൊമെൻറ്റം തന്നെ കൺസർവ് ചെയ്ത് ഒരെണ്ണം മാത്രം തിരിച്ചു പോകും. ഇനി ഇത് പലതരത്തിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ കോയിൻ വെച്ചിട്ട് ഒരെണ്ണം മാത്രം കൊണ്ടിടിപ്പിക്കുക, ഒരേപോലുള്ള 2 കോയിൻ വെച്ചിട്ട്. അപ്പോൾ ഈ വന്ന് ഇടിച്ച കോയിൻ അനങ്ങാതെ നിൽക്കും, മറ്റേത് തെറിച്ചു പോകും. അവിടെയും കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം തന്നെയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് നേരെ കൊണ്ടുപോയി ഇടിപ്പിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഇങ്ങനെ പോവും, ഇത് ഇങ്ങനെ തെറിച്ചു പോവും. അതിന് കാരണം മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൺസർവ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. ആ ഇടിക്കുന്നതിന് മുമ്പ് ഉള്ള മൊമെൻറ്റം ഇങ്ങനെയായിരുന്നു, M1 U1 ഇങ്ങനെയായിരുന്നു. ഇടി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തെറിച്ചു പോവും, ഇങ്ങോട്ട് തെറിച്ചു പോവും, ഇതിങ്ങോട്ടും തെറിച്ചു പോവും എന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വെക്റ്റർ സം എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കണം. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണോ അത് തന്നെ ആയിരിക്കണം ഇതിൻ്റെ വെക്റ്റർ സം എടുത്താലും കിട്ടേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അപ്ലൈ ചെയ്തു. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇനി നമുക്ക് റോക്കറ്റ് ഉയരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ റോക്കറ്റിൻ്റെ ഒരു ചെറിയ രൂപം ഇവിടെ വരയ്ക്കാം. ശരിയാവണില്ല, എന്നാലും നമുക്കൊരു ഐഡിയ മാത്രം കിട്ടിയാൽ മതി. ഇത് താഴെ നിന്ന് പൊങ്ങണ സമയത്ത് തേർഡ് ലോ ഓഫ് മോഷൻ ഉപയോഗിച്ച് നമുക്ക് പറയാം. താഴേക്ക് ഇങ്ങനെ തള്ളുമല്ലേ, എയറിലാവുമ്പോഴും നമുക്ക് പറയാം എയറിലേക്കും തള്ളുവാണ്. പക്ഷേ സ്പേസിൽ ചെന്ന് കഴിയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സ്പേസിൽ ചെന്ന് കഴിയുമ്പോൾ റോക്കറ്റ് വർക്ക് ചെയ്യണം എങ്ങനെയാണ്. സ്പേസിൽ റോക്കറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ റോക്കറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് അനുസരിച്ച് ഇതിങ്ങനെ പൊക്കോളും. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റമാണ് അവിടെ വന്നത്. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ, സാറ്റലൈറ്റിൻ്റെ ഡയറക്ഷൻ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അവിടെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഉപയോഗിച്ച് ആണ് അത് വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഫ്യൂവൽ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഈ റോക്കറ്റിൻ്റെ മൊത്തം മാസ് ക്യാപിറ്റൽ M ആണെന്ന് നമുക്കെടുക്കാം. വെലോസിറ്റി V ആണെന്ന് എടുക്കാം, ഏതെങ്കിലും ഒരു സമയത്തെ വെലോസിറ്റി. ഇവിടെ ടോട്ടൽ ഫോഴ്സ് ഈക്വൽ 0 ആണ്. ഫോഴ്സ് ഈക്വൽ 0 നമുക്കെടുക്കാം. സെക്കൻഡ് ലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ F ഈക്വൽസ് dp/dt ആണ്. എന്ന് വെച്ചാൽ mdv/dt പ്ലസ് vdm/dt എന്നാണ്. ഈ ഫ്യൂവൽ കത്തിക്കുന്ന സമയത്ത് ഫ്യൂവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോട്ടൽ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈക്വൽ 0 ആണ്. അങ്ങനെയാണെങ്കിൽ mdv/dt ഈക്വൽസ് vdm/dt. മൈനസ് സൈൻ ഉണ്ട്, അതായത് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നാണ് അർത്ഥം. ഇത് രണ്ടും വെക്റ്ററാണ്. എന്ന് വെച്ചാൽ ma ഈക്വൽസ് മൈനസ് vdm/dt. ഈ ടൈം റെപ്രസെൻ്റ് ചെയ്യുന്നത് മാസിലുള്ള ചേഞ്ചിനെയാണ്, ഈ ടൈം റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്സലറേഷനെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ മാസിലുള്ള ചേഞ്ചാണ്
ആക്സിലറേഷൻ ഉണ്ടാവാനുള്ള കാരണം ഫോഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ അവിടെ ആക്സിലറേഷൻ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് ഈ ഡയറക്ഷനിൽ ഇതിൻ്റെ മൊമെൻറ്റം ആദ്യം ഇങ്ങനെയായിരുന്നു. കുറച്ച് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടണമെങ്കിൽ അത് ഇങ്ങനെയായിരിക്കണം. കൂടിയ മൊമെൻറ്റം ഇതായിരിക്കും. ആദ്യം ഇതായിരുന്നു, ഇപ്പോൾ ഇതാണ്. പക്ഷേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ച് ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും ഇത്രേ ആകാൻ പാടുള്ളൂ. അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു മൊമെൻറ്റം വെക്ടർ കൂടെ ഉണ്ടാവണം. അതാണ് ഈ ഫ്യൂവലിൽ നിന്ന് കിട്ടുന്നത്. ഫ്യൂവൽ മോളിക്യൂൾസ് ബേൺ ചെയ്ത് പുറത്തേക്ക് തള്ളുമ്പോൾ അതിൽ ഓരോ പാർട്ടിക്കിൾസിനും മൊമെൻറ്റം ഉണ്ട്. അത് ചിലപ്പോൾ ചെറിയ വാല്യൂസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് കഴിയുമ്പോൾ ഇത്രയും ആയി. ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെക്ടർ തന്നെ കിട്ടും. അപ്പോൾ അവിടെയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അത് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് റോക്കറ്റ് പൊങ്ങുന്നതും അതുപോലെ ഡയറക്ഷൻ മാറ്റുന്നതും എല്ലാം അവിടെയെല്ലാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. സാധാരണക്കാർക്ക് എത്ര മനസ്സിലാവും എന്നെനിക്ക് അറിയില്ല. എന്തായാലും ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ് അതിൻ്റെ നിയമം. താങ്ക് യു.